ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ പരിപാടിക്കായിട്ട് പോവുകയാണ്. ഇപ്പോൾ അപ്പോൾ ഇവിടെ എക്സ്പേർട്ടായി, അപ്പൂനറിയാം എവിടെ വണ്ടി കിടക്കുന്നതെന്നൊക്കെ. അപ്പോൾ അമ്മച്ചിയും കണ്ണമ്മൂനും ഒന്ന് ബീച്ച് സ്റ്റൈലിലാണ് വരുന്നത്. നമുക്കിവിടെ പാർക്കിംഗ് സ്ലോട്ട് ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ഫ്ലാറ്റിൻ്റെ നമ്മുടെ B12 എന്ന് പറയുന്ന ഫ്ലാറ്റാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് B12 എന്ന് പറയുന്ന ഒരു പാർക്കിംഗ് സ്ലോട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ അവിടെ എല്ലാത്തിനും ഓരോ റൂൾസ് ഉണ്ട്. സ്കേറ്റിംഗ് ബോർഡ്സ്, ബൈസൈക്കിൾസ് റൈഡിങ് ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല. ഇപ്പോൾ ബീച്ചിൽ പോകുന്ന ആൾക്കാരെ കണ്ടോ? ബീച്ചിൽ പോകുന്ന ഒരാളുടെ തലയിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ വെച്ച് പിന്നെ കണ്ണമ്മനാണെങ്കിൽ വൻ സെറ്റപ്പിലാണ്. കണ്ണമ്മൻ്റെ തല വെക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പുറകാല കാണാം എല്ലാവർക്കും. ആ ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. എവിടാണ് കാണാൻ പോകുന്നത്? സ്ഥലത്തിൻ്റെ പേരെന്താ? ഷമറൻ. അത് നമ്മുടെ ലാവ ഒക്കെ വന്ന് വീണ് അപ്പോൾ അവിടുത്തെ സാൻഡിന് കളർഫുൾ ആയിട്ടുള്ള സാൻഡ് കാണാനാണ്. അതിലൊരു 7 കളേഴ്സ് ഉണ്ടെന്നാണ് ഗൂഗിളിൽ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. റെഡ്, ഏതൊക്കെയാ അപ്പു കളർ ഉള്ളത്? ബ്രൗൺ, വയലറ്റ്, ബ്ലൂ, പർപ്പിൾ, ബ്രൗൺ, യെല്ലോ. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഓർത്തിരിപ്പുണ്ട് അപ്പുച്ചൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഷമറൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ വൺ ഓഫ് ദ വണ്ടർ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പോയി കണ്ടിട്ട് അതിനടുത്തൊരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു ബീച്ച് വിസിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ടോട്ടലി ഒരു ബിസി ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാമെങ്കിൽ എല്ലാവർക്കും എല്ലാം കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചത് ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ നമ്മൾ ഇന്നലെ കഴിച്ചെത്തുന്നതല്ലേ കഴിച്ചേ. എന്തൊക്കെയാ അപ്പോൾ കഴിച്ചേ? ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇന്ത്യൻ ഷെഫ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യൂറോപ്യൻ ഫുഡ് കഴിക്കേണ്ടി വന്നു. അപ്പോൾ എന്താ കഴിച്ചേ? അപ്പോൾ നൂഡിൽസ് കഴിച്ചു, ചിക്കൻ നൂഡിൽസ്. കണ്ണമ്മോനോ? നൂഡിൽസ് കഴിച്ചു. അതിന് മുമ്പ് സ്ക്രംബിൾഡ് എഗ് പ്ലസ് സോസേജ്, അതാണ് ആദ്യം കഴിച്ചത്. ഇതൊക്കെ ചുമ്മാ ഇംഗ്ലീഷുകാർ പറയുന്ന പേര് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മുട്ട മറ്റേ പാനൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതെടുക്കത്തില്ലേ, എന്താ പറയാ, ചിക്കി എടുക്കത്തില്ലേ, ആ സാധനം തന്നെ. അത് ഇംഗ്ലീഷുകാർ പറയുമ്പോൾ സ്ക്രംബിൾഡ് എഗ് എന്നൊക്കെ പറയും. അതൊന്നും അല്ല, അത് തന്നെ. പിന്നെ സോസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് ദുബൈയിൽ സോസേജ് നമ്മൾ വാങ്ങിക്കൊടുക്കുമല്ലോ. സോസേജ് അറ്റ്ലീസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്തിലൊരു ഇച്ചിരി മസാലയും ഉപ്പും ഒക്കെ ഇട്ട് വഴറ്റിയാണല്ലോ കൊടുക്കുന്നത്. ഇതൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് ഓവൻ്റെ അകത്തോട് വെച്ച് വേവിച്ച് നേരെ കൊണ്ട് പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ പിള്ളേരത് കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്തു. ഇല്ലേ അപ്പു? അപ്പു എങ്ങനെ കഴിച്ചത്? കട്ട് ചെയ്തിട്ട് എന്ത് വെച്ച് കഴിച്ചേ? കണ്ടോ? അപ്പുച്ചൻ ഇന്ന് കഴിച്ചത് സോസിലൊക്കെ മുക്കിയാണ് കഴിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ സ്ഥലത്തു നിന്ന് കുറച്ച് ബാക്കിലോട്ട് പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഇന്നലെ കഴിച്ച ഫുഡിൽ നമുക്ക് ഒരു വയറിന് യാതൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ നമ്മൾ വയറിന് ഫുഡിന് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് പോകാതെ ഇതാണ് നമ്മളുടെ വീട്. ഇവിടെ ഇതല്ല, തൊട്ടടുത്ത് അപ്പുറത്തെ ജംഗ്ഷനിലാണ് വീട്. അപ്പം നമ്മൾ ആ വീടിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി വരുന്നിടത്ത് ലെഫ്റ്റ് സൈഡിലൊരു വീടാണോ അമ്പലമാണോ എന്നറിയത്തില്ല, അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്പലമാണെന്ന് തോന്നുന്നത് ഇത്. അവിടെ ഒരു ശിവാജി രാജാവ് ശിവജി ആണെന്ന് തോന്നുന്നു. ശിവജി ഇതാ. അപ്പോൾ പുള്ളി നിൽക്കുന്ന ആണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ച് ടൈം എടുത്ത് അവിടെ ഇറങ്ങി നമുക്ക് വണ്ടി ഇട്ടിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, നമ്മൾ ഷമറൽ അതായത് ലാവ, പണ്ട് വോൾക്കാനോ പൊട്ടി ലാവ വീണ ഒരു സ്ഥലമാണ്. അതിപ്പോൾ കളർഫുള്ളായിട്ട് കിടക്കുകയാണ്. അതിപ്പം ക്ലേ ആണ്. അത് ഓൾറെഡി
കൺവേർട്ടഡ് ആയി ക്ലേ ആയി അല്ലേ കണ്ണാ? അങ്ങനല്ലേ നമ്മൾ വായിച്ചേ? ഒരു ക്ലേ രൂപമാണത്. സോ ആ സാൻഡിന് നോ ഐഡിയ. നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത്. കാരണം അപ്പു പറഞ്ഞത് അതിന് ബ്ലൂ കളർ ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പു? ഞങ്ങൾ ബ്ലൂ കാണാനായിട്ടാണ് പോകുന്നത്. നമ്മൾ പറയേണ്ട സ്ഥലത്ത് എത്തി. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറമാൻ ഉറങ്ങിപ്പോയുണ്ട്, പകുതി സാധനങ്ങൾ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇതുവഴി താഴേക്കാണ്. ഇത് ഷമറൽ 7 കളേഴ്സ് എർത്ത് എന്നാണ്, കളേർഡ് എർത്ത് എന്നാണ് എൻ്റെ പേര്. 7 കളേഴ്സ് എർത്ത്. ഓക്കെ, ഇപ്പോൾ ഇറ്റ്സ് ആൻ ഐക്കോണിക് ജിയോ പാർക്ക്. ഷമറൽ 7 കളേർഡ് എർത്ത് എൻ്റെ വഴി വെച്ചേക്കുന്നത്. അപ്പം അയച്ചോ. സോ നോൺ റെസിഡൻസ് എൻട്രൻസ് ഫീ അഡൽട്സ് 600, റെസിഡൻസ് എൻട്രൻസ് ഫീ 350. അപ്പോൾ നമ്മൾ നോൺ റെസിഡൻസ് ആയതുകൊണ്ട് ചൈൽഡിന് 300-ഉം 600 അഡൽട്സും കൊടുക്കണം. അപ്പോൾ 12,200 രൂപ എൻ്റെയും കുക്കുവിൻ്റെയും, പിന്നെ പിള്ളേരുടെ 600. അങ്ങനെ 1,800 ദറംസ്, സോറി ദറംസ് അല്ല, മൗറീഷ്യസ് റുപ്പീസ് നമ്മളിവിടെ ടിക്കറ്റിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു വാട്ടർഫാൾ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ ചാർജസ് ആണ് അതിനുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒരു ട്രക്കിംഗ് നമുക്ക് പോവാം. 2 child, 2 adult. 11 and 5. Yeah. Okay. വൺ വേ ആയിരുന്നു, അപ്പം തെറ്റിപ്പോയനെ. ഷമറൽ വാട്ടർഫോൾ ഇവിടാണ് പാർക്കിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടേക്ക് പോയാലോ? ഇനി അങ്ങോട്ട് 12 കിലോമീറ്റർ ഉണ്ട്, 1.2 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ വാട്ടർഫോളിലേക്ക് കയറിയിട്ട് പോവാം. അതായിരിക്കും നമുക്കൊരു നല്ലത്. അപ്പോൾ നമ്മൾക്ക് ഇവിടേക്ക് ആദ്യം വണ്ടി ഇട്ട് നമുക്ക് വാട്ടർഫോളിൻ്റെ അവിടേക്ക് പോകാം ആദ്യം. ഓക്കെ, വാട്ടർഫോളാ? എന്താ ഷമറൽ വാട്ടർഫോൾ അല്ലേ? ഷമറൽ വാട്ടർഫോൾ കാണാൻ പോവാണ്. ഇപ്പോൾ പോയല്ലേ, നടന്നോ. നമ്മളീ പോകുന്നതിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആണ് ഈ വാട്ടർഫോൾ. ഇവിടെ നിന്ന് കാണാം നമുക്ക്. വാട്ടർഫോൾ കാണണമെങ്കിൽ ഇങ്ങനെ കാണാം. ഇതാണ് വാട്ടർഫോൾ. നല്ല ഭയങ്കര വ്യൂ ഉള്ള ഒരു വലിയ ഇതാണ്. നല്ല വാട്ടർഫോളാണ്. ഓക്കെ, ഇതാണ് ശരിക്കും അതിൻ്റെ ഉറവിടം. ഉറവിടത്തിൽ താഴേക്ക് നമ്മൾ നോക്കിയാൽ ഇങ്ങനെ താഴേക്ക് വരുന്നതാണ്. അങ്ങനെ ഇവിടെ നല്ല വ്യൂ ആണ്. കുറച്ച് മുകളിലേക്ക് ഞങ്ങൾ പോവാണേ. അപ്പോൾ ഈ ഇതിൽ എഴുതിയേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മെനി വോൾക്കാനോസ് ഫ്രം അറൗണ്ട് ദ വേൾഡ് ദാറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദീസ് പ്ലേറ്റ്സ് either when they move apart of when they are overlap, but the origin of Mauritius is different. This is hot spot. It is a hot spot. അപ്പോൾ നമ്മളത് മുകളിലേക്ക് കയറി പോകണം. മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ,
സെവൻ കളേർഡ് എർത്ത് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ കളേഴ്സ് നോക്ക്. ഇതാ മേലേക്ക് പോകി നമുക്ക് കാണാം കറക്റ്റായിട്ട്. ഇതാണ് ഇതിൻ്റെ നമ്മൾ ശരിക്കും കാണേണ്ട സംഭവം. ഓക്കെ, എനിവേ നമ്മൾ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അപ്പു ബ്ലൂ കളർ കണ്ടുപിടിക്കാനുള്ള ഓട്ടമാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് പോയാൽ ഈ സെവൻ കളേർഡ് എർത്ത് ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ടേ ആൾക്കാർ. സോ ഇവിടാണ് സെവൻ കളേഴ്സ് എർത്ത്. അപ്പോൾ ഇതാ അപ്പൂമ്മ കണ്ടോ, ഇതാണ് സെവൻ കളേഴ്സ് കണ്ടോ. ഓക്കെ, ഇതില് ഇതാണ് കളർ കണ്ടല്ലേ. ഇതാണ് ഇത് ശരിക്കും വോൾക്കാനോ മാറിയിട്ട് വന്നൊരു ഏരിയയാണ്. ഓക്കെ, അപ്പൊ ബ്ലൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ വയലറ്റ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. ഇപ്പൊ ബ്ലൂ കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്തിൽ എല്ലാ കളേഴ്സും ഉണ്ടെന്നാണ് അവർ പറഞ്ഞ. 7 കളേഴ്സും ഇതിലുണ്ട് എന്നാണ്. ഓക്കെ, ഇതിലിപ്പോ അപ്പോൾ അവിടെ നിന്നിട്ട് ബ്ലൂ ഉണ്ടെന്നുണ്ട്. എവിടെ ബ്ലൂ കാണിച്ചേ? കണ്ണമ്മൻ ഏതൊക്കെ കളർ കണ്ടേ? ഏതൊക്കെ കളർ കണ്ട്? വയലറ്റ്, പിന്നെ ഓറഞ്ച്. ഇതൊരു കൊറേ ഏരിയ ഉള്ള ഇത്ര ഇടയിൽ ആടിക്കണം പോൾക്കാനും പൊട്ടി ഇതിലേക്ക് ഇറങ്ങി നമുക്ക് മണ്ണ് വാരാൻ നിവർത്തിയില്ല. ഇനി ഇത് കളർ അടിച്ചിട്ടതല്ല. ആൾക്കാർ ചിലപ്പോൾ കളർ അടിച്ചിട്ടാന്നൊക്കെ പറയുമായിരിക്കും, പക്ഷെ കളർ അടിച്ചിട്ടതല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടറായിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒരു ഫേക്ക് ഐഡന്റിറ്റി കാണിക്കുന്ന ഒരു കൺട്രി അല്ല വരും. അതുകൊണ്ട് എല്ലാ സംഭവം സെറ്റപ്പായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അല്ലേ? സംഭവം സെറ്റപ്പ് അല്ലേ? സെറ്റപ്പാണ്. അവിടുന്ന് രണ്ടാൾക്കാർ ഐസ്ക്രീം ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോ അച്ഛൻ ബ്ലൂ കണ്ടില്ലല്ലോ. കുഞ്ഞ് ബ്ലൂ എവിടെ കണ്ടേ? എവിടെ ബ്ലൂ കണ്ടേ? എവിടെ അച്ഛനെ എടുത്തു നോക്കട്ടെ. Laura fait comme si elle parle anglais, elle dit n'importe quoi. Ok, the purple. Écoutez, si elle parle anglais, elle dit n'importe quoi. Then brown. Brown it. Beans. Okay. അപ്പോൾ ഇതാണ് ഷമറൽ ശവങ്കളയുടെ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പതുക്കെ പുറത്തോട്ട് പോവാം. ഐസ്ക്രീം ആണോ അവിടെ നിൽക്കും? അത് ഐസ്ക്രീം അല്ല, എന്തോ സാധനം. അത് ഐസ്ക്രീം തന്നെ. കൂളസ്റ്റ് ഐസ്ക്രീം ആണ് ഇപ്പോൾ, ഭയങ്കര കൂളായിട്ടുള്ള ഐസ്ക്രീം. ഫൈനലി ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഈ ഷമറൽ എന്ന് പറയുന്ന ഈ സെവൻ കളേർഡ് എർത്തിനടുത്ത് ഉള്ളൊരു ചെറിയൊരു കഫ്റ്റീരിയയാണ്. കഫ്റ്റീരിയക്ക് അവിടെ ചെന്ന് ഐസ്ക്രീം കണ്ടുപിടിച്ച് ഒരാൾ ഐസ്ക്രീം വേണമെന്ന് പറയുന്നവരുണ്ടായിരുന്നു. പക്ഷേ യുഎയിൽ വെച്ചിട്ടുണ്ടായ ആ ഫുഡ് പോയ്സൻ്റെ ഇത് കാരണം ഐസ്ക്രീം മേടിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഡോണറ്റ്സ് മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോണറ്റ്സ് മേടിച്ച് കഴിക്കാറുണ്ട്. ഓക്കെ, ഡോണറ്റ്സ് മേടിച്ച് കഴിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇടയിൽ കണ്ണമ്മൻ പോയിട്ട് ഈ ബോട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ വിചാരിച്ച് കണ്ണമ്മോനെ എൻ്റെ ടക്കിയിലെ ഒക്കെ മേടിച്ചുകൊണ്ട് വരുവാണ്. കാണിച്ച കണ്ണ ബോട്ടിലൊന്ന് ഇരുന്ന് കാണിച്ച് കണ്ടോ. ഒറ്റ നോട്ടത്തിൽ നമ്മളത് എന്തൊരു ടക്കിലയുടെ കുപ്പിയാന്നല്ല വിചാരിക്കത്തുള്ളൂ. ഞാൻ വിചാരിച്ച് ഇവിടെ പോയിട്ട് എന്തായി മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് വെറും വാട്ടർ അച്ഛ ഉദ്ദേശിക്കുന്ന സാധനമല്ല. അപ്പോൾ അതാണ് ടക്കീല ഒക്കെ കഴിച്ച്
ടക്കിയിലല്ല, വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിലിരിക്കുന്ന ഒരു ചെറിയൊരു കട്ടിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഈ എടുക്കുന്നതിൻ്റെ ഈ സൈഡും ഈ 7 കളേർഡ് എർത്തിൻ്റെ ഒരു പാട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്ന സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇത് മരങ്ങളൊന്നും ഒരു ചെടിയും വെച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അവർ പറയുന്ന പ്രകാരം ഇതൊക്കെ കുറച്ച് ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അപ്പോൾ ചെറിയ 2-3 പ്ലാന്റൊക്കെ ഇതിനകത്ത് കിളിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അപ്പുറത്തൂടെ പോയി ഇതിനെ ഒന്നുകൂടെ കാണാൻ പറ്റും നല്ല ഭംഗിയിൽ. അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെ പോവാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ശരിക്കൊരു വ്യൂ പോയിന്റ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ കളറും അത്യാവശ്യം കാണാൻ സാധിക്കും. നോക്കിയാൽ മതി. ഇതിലിപ്പോൾ യെല്ലോ കാണാം, വയലറ്റ് കാണാം, പർപ്പിൾ കാണാം, ബ്രൗൺ കാണാം, പിന്നെ ബ്ലൂ കാണാം. പിന്നെ ഏറ്റവും കൂടുതൽ ബ്രൗൺ ആണ് കാണുന്നത്, പക്ഷേ എന്നാലും എല്ലാ കളറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ കുറേ കളർ കണ്ടുപിടിച്ചായിരുന്നു. ഇതാണ് ശരിക്കുള്ളൊരു വ്യൂ പോയിന്റ്. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാം. നേരത്തെ വന്ന് നിന്ന കാഫ്റ്റീരിയ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അതാണ്. ഓക്കെ, അവിടെ നമ്മൾ ഇങ്ങനെ ചുറ്റി കറങ്ങിയാണ് ഇവിടെ എത്തിയത്. ഓക്കെ, ഇതാണ് എൻ്റെ മണ്ണിൻ്റെ കളറ്. ഇവിടെ വന്ന വഴി ശരിക്കും നോക്കിയാൽ ഇതിൻ്റെ എഡ്ജിൽ കൂടെ കാണാം ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഞങ്ങളൊരു ടോട്ടോയ്സ് പാർക്കിലേക്ക് പോകും. ഇപ്പോൾ ഞങ്ങളൊരു ടോട്ടോയ്സ് പാർക്കിൻ്റെ അടുത്തെത്തി. ഈ ടോട്ടോയ്സ് പാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞാൾക്കാരാണ്. അപ്പോൾ കുഞ്ഞു ടോട്ടോയ്സ് ഉള്ളത്. ഇവിടെ കുഞ്ഞു ടോട്ടോയ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് കുഞ്ഞു ടോട്ടോയ്സിനെ പിടിച്ച് അവർ ചെറിയ കൂട്ടിലിട്ട് വെച്ചേക്കുവാണ്. വലുതിൻ്റെ കുഞ്ഞ് ടോട്ടോയ്സുകളാണ് കേട്ടോ. കണ്ണിന് എന്തെങ്കിലും പിടിച്ച് തിന്നായിരിക്കാനോ എല്ലൊക്കെ ആയിരിക്കും. അവരെല്ലാവരും ഇങ്ങനെ കുറച്ച് വേറെ ഉണ്ട്. ഒരു 10-15 കുഞ്ഞു ടോട്ടോയ്സ് ഉണ്ട്. ഇതിനൊരു കൂടിൻ്റെ അത്ര ഇട്ടേക്കുന്നത്. ആകെ ഒരെണ്ണേ ഉള്ളൂ, ഭയങ്കര കുഞ്ഞതായിട്ടുള്ള. എൻ്റെ കുഞ്ഞ് ഒരെണ്ണേ ഉള്ളൂ, ഭയങ്കര. ഇതല്ലാതെ വലിയ ടോട്ടോയ്സ് അങ്ങനെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവിടെ കയറാൻ നിവർത്തിയില്ല. ആൾക്കാരെ കയറരുത്, എൻട്രി ഇല്ല. നോ എൻട്രി ആണുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടോട്ടോയ്സിൻ്റെ ഏരിയ. സെയിം വലുപ്പം തന്നെ ഉണ്ടല്ലേ? ഫുഡ് കഴിക്കുവാണല്ലോ. ഇവിടെ ഒന്നല്ല, കുറേ ഉണ്ട് കേട്ടോ. ഇതല്ലാതെ അവിടെ ഉണ്ടല്ലേ കണ്ണ? എവിടെയൊക്കെ ഇരിക്കുന്നത്? ഓ, അവിടെ അങ്ങ് എല്ലാ സൈഡിലും ഇരിപ്പുണ്ടല്ലേ? നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ ഇതെല്ലാം പലയിടത്തായിട്ട് മാറി മാറി നിൽക്കുമായിരുന്നല്ലേ?
ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ്. നാലെണ്ണം സംസാരിച്ചോട്ട് ഇരിക്കുന്ന പോലെ അവിടെ ഒറ്റ ഒരു ലൈനിൽ ഇരിക്കുക. ഇന്നലെയോ? ആ ആ ആ മതിലിനോട് ചേർന്നല്ലേ? ഓക്കെ. അത് മുറിച്ചതാണ് കണ്ടോ. ഇത് നല്ല വലുപ്പത്തിൽ അത് മുറിച്ച് കളഞ്ഞതാണ് ഈ പ്ലാന്റ് അല്ലേ? അതോ ഒടിഞ്ഞു വീണായിരിക്കും മിക്കവാറും. ചിലപ്പോൾ മറിഞ്ഞു വീണപ്പോഴേ ഒരു മുറിച്ച് ഒഴിവാക്കിയതാവും. ഒടിഞ്ഞു വീണിട്ടുണ്ടാവും ചിലപ്പോൾ കാറ്റോ എല്ലാം അടിച്ചിട്ടേ. നമുക്ക് കുറച്ച് സ്പീഡ് നടന്നാലോ? ബൈപ്പാസ് ഒന്നുമില്ല. ആളുകൾ ഇതുവഴിയൊക്കെ കയറി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഓക്കെ, നമുക്കിത് തന്നെ പോവാം. ഇവിടെ ഫോർമേഷൻ ഓഫ് മൊറീഷ്യസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് കളേഴ്സ്, ഇത് ഐലൻഡിലെ കുറേ കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാണ്. അപ്പോൾ ഈ കളേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് ഡീറ്റെയിൽസായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞേക്കുന്ന ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ, ആദ്യം പറഞ്ഞേക്കുന്ന റീസെൻ്റ് ലാവ 0.7 million years ago to 25,000 years ago അതുവരെ ഉണ്ടായ റീസെൻ്റ് ലാവയാണ് ഈ കളർ അല്ലാത്ത രീതിയിലുള്ളത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലാവാസ് ഇൻ്റർമീഡിയറ്റ് ലാവ, അതായത് 7.6 to 5 million years ago വരെ പഴക്കമുള്ളതാണത്. പിന്നെ ഏൻഷ്യൻ ലാവാസ്, ദാറ്റ് ഈസ് 10 to 7.8 million years ഉള്ളതാണ് ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള ലാവ എന്ന് പറയുന്നത് ഗ്രീനാണ്. ഇതിൽ ഗ്രീനായിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഗ്രീനാണ് ഏറ്റവും ഓൾഡസ്റ്റ് ലാവ. സെക്കൻഡ് വൺ ഈസ് ഒരു ഡാർക്ക് കളറിലുള്ളത്. പിന്നെ ഇവിടെ ലൈറ്റ് പേ കളറിലുള്ളതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 25,000 years ago ഉള്ള ലാവ. ഓക്കെ, ഇത് ഈ നമ്മുടെ ഈ കളറുടെ അത്തിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടുന്ന് പതുക്കെ ഇവിടുന്ന് ബൈ ബൈ പറയാണ്. ഇനി അടുത്ത ലൊക്കേഷനിൽ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം.